നമ്മുടെ ആലഞ്ചേരി പിതാവിനെ ഇതുപോലെ കോടതിയിൽ കയറ്റി നിർത്തി ഒരു വാക്ക് ജഡ്ജി ചോദിച്ചതായിട്ട് ഞാൻ കേട്ടായിരുന്നു. ആ വാക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെയാണ്: നിങ്ങൾ എന്താ രാജാവാണോ എന്ന്. അങ്ങനെ ചോദിച്ചായിട്ടാണ് ഞാൻ കേട്ടത്. എനിക്ക് കൂടുതൽ ഡെപ്തിൽ അറിയത്തില്ല. അപ്പോൾ തെറ്റ് ചെയ്യുന്നവരെ കോടതികളുടെ കൂടുകളിൽ കയറ്റുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം കോടതിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. കോടതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം പല പേപ്പറുകളിൽ തിരിമറി ചെയ്തുകൊണ്ട് അവർ ചെയ്തു. തെറ്റ് ചെയ്തവൻ എപ്പോഴും ശിക്ഷ അർഹിക്കുന്നുണ്ട്. അതിനിപ്പോൾ പ്രധാനമന്ത്രി ആയാലും ശരി, ആരായാലും ശരി. നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരെ പിടിച്ച് അകത്തിട്ട് അല്ലെങ്കിൽ അവരെ തൂക്കിക്കൊല്ലുന്നൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടതൊക്കെ പല രാജ്യങ്ങളും നമ്മൾ കണ്ട, പാകിസ്ഥാനിലൊക്കെ. അപ്പോൾ തെറ്റ് ചെയ്യുന്നവർക്ക് എപ്പോഴും ശിക്ഷ ഉറപ്പാണ് ബ്രദർ. അതിൽ നിന്ന് നമ്മൾ ഇനിയിപ്പം അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സഭയുടെ പരമോന്നത എന്താ പറയാ തലവനാണെന്നോ അങ്ങനെയൊന്നുമില്ല. തെറ്റിന് എപ്പോഴും ശിക്ഷയുണ്ട്. ആ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഈ പറയുന്ന പോലെ നമ്മുടെ ആളുകൾ ശ്രമിച്ചാൽ അതിന് പരിഹാരമുണ്ട്. ആലഞ്ചേരി പിതാവിനെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിച്ചില്ലേ, ഫേക്ക് നോട്ട് ഉണ്ടാക്കി. ഇതൊക്കെ ഈ സീനഡിലിരിക്കുന്ന പിതാക്കന്മാർക്ക് അറിയാത്തതുകൊണ്ടാണോ? പോലീസ്, നമ്മുടെ കേരള പോലീസിന്റെ റിപ്പോർട്ട് എത്ര പേജിലാണ് കാക്കനാട് കോടതിയിൽ കിടക്കുന്നത്? ഇതിൽ 3 വൈദികരും ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറും, ആദിത്യൻ അവന്റെ പേര്, കൂടാതെ 2 പിതാക്കന്മാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ. എന്നിട്ടും ഇതൊക്കെ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം പെൻഡിങ്ങിൽ വെച്ചുകൊണ്ട് ആ പാവപ്പെട്ട നമ്മുടെ ആലഞ്ചേരി പിതാവിനെ എന്തുമാത്രം ഇപ്പോഴും ശവത്തെ കുത്തുന്ന പോലെ ഇവന്മാർ കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സീനയുടെ പിതാക്കന്മാരടക്കം. അന്ന് പാലായിലുള്ള മറ്റേ കോപ്പിലെ മീറ്റിങ്ങിലാണ്. പിന്നെ പല സ്ഥലത്തും പിതാവ് ഇത് ഒന്ന് ഹിന്റ് ചെയ്യാൻ ശ്രമിച്ചതായിട്ടാണ് ഞാൻ കേട്ടത്. ഈ കേസ് രണ്ടാമതൊന്ന് കൊണ്ടുവരണം, എടുത്തു കൊണ്ടുവരണമെന്ന്. അവിടെ ഇരുന്നോളാനാ പറഞ്ഞത്. അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു, പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ കാലം കഴിയാറായി എന്ന് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞായിട്ടാണ് ഞാൻ കേട്ടത്. അവിടെ ഇരുന്നോ, ആ മൂലയിൽ അവിടെ ഇരുന്നോ. ഇവനൊന്നും ഇരിക്കില്ലെന്ന് വിചാരിച്ചാണ്. ഇവരൊക്കെ വിചാരിച്ചാണ് ഈ ലോകമുള്ള കാലം അത്ര ഇവരൊക്കെ മേജർ ആർച്ച് ബിഷപ്പും അവന്റെ വികാരിയും ഒക്കെ ആയിട്ട് ഇരിക്കാന്നാ വിചാരിച്ചാണ്. ഒരിക്കലും നടക്കൂല. ദൈവം തമ്പുരാൻ അതൊന്നും വിട്ടുവയ്ക്കൂല. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഇവർ 2 പേര് നമ്മുടെ ഈ സഭയെ ഇപ്പം നാശത്തിന്റെ പാതയിലേക്ക് വിമതർക്ക് ഒത്താശ ചെയ്തുകൊണ്ട്, വിമതർ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ടിക്കിട്ടുകൊണ്ട്, ഇപ്പൊ ഞാൻ കടയ്ക്ക് പോകുമ്പോൾ കുറെ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോകും, വാങ്ങിയതൊക്കെ ടിക്കറ്റ് ഞാൻ എന്ന് പറഞ്ഞ പോലെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ പാമ്പ്ലാനിയും തട്ടിലും ടിക്കറ്റോണ്ടിരിക്കുക. ഇനി 1-2 കാര്യങ്ങൾ ടിക്കറ്റാണുള്ളൂ. അതെന്തുട്ടാന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? അപ്പോ തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ട്. അതിനിപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന വക്കീലന്മാർക്ക് അത് സാധിക്കുന്നതിന്, വക്കീൽ സാർമാർക്ക് അതിന് സാധിക്കുന്നതിന് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നിർവഹിച്ചേ പറ്റൂ. കാരണം കോടതി അലക്ഷ്യമാണ് ചെയ്തിരിക്കുന്നത്. കോടതി അലക്ഷ്യം. ആ ഒരൊറ്റക്ക് അത് വെച്ചങ്ങോട്ട് കയറ്റണം കോടതിയിലോട്ട്. കോടതിയെ വെല്ലുവിളിച്ചു. അതാണ് തെറ്റ്. ഞാൻ കൂടുതൽ പറയുന്നില്ല.